So hey, hello gamers, welcome back. It's me Leo here. So guys, നമ്മുടെ ആർക്കിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. സോ ഗൈസ്, അതിന് മുമ്പേ ഫസ്റ്റ് എപ്പിസോഡ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കണ്ടിട്ട് വരിക. അതിന് മുമ്പേ ഫസ്റ്റ് എപ്പിസോഡിൽ കുറച്ച് തെറ്റുകൾ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻ ഗെയിം സൗണ്ടും കാര്യങ്ങളൊന്നും റെക്കോർഡായിട്ടില്ല, എൻ്റെ വോയിസ് മാത്രമേ റെക്കോർഡായിട്ടുള്ളൂ. സോ അത് നിങ്ങൾ ഒന്ന് ക്ഷമിച്ചേക്കണം ഇത്തവണത്തേക്ക്. എന്തായാലും ഇനി അടുത്ത വീഡിയോസുകളിലൊക്കെ ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കുന്നതായിരിക്കും, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. സോ ഗൈസ്, ചാനലിലേക്ക് ഫസ്റ്റ് ടൈം ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും. പിന്നെ നിങ്ങൾ ആർക്ക് കളിക്കുന്നില്ല, ആർക്ക് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഇത് വീഡിയോ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്തേക്കുക ഗൈസ്. സോ എന്തായാലും ഇനി പറഞ്ഞു പഠിപ്പിക്കാതെ നേരെ ഇനി ബാക്കി ഗെയിം പ്ലേയിലേക്ക് കിടക്കാം. സോ ഗൈസ്, നമ്മൾ നിർത്തിയത് ഇവിടെ വെച്ചായിരുന്നു. സോ ഞാൻ 12ാമത്തെ ലെവലായിരുന്നു. സോ ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ ഏകദേശം 18 ലെവലാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഈ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മളൊരു വീടും പിന്നെ ഒരു പാരാസോറിനെയും നമ്മൾ ടൈം ചെയ്യുന്നതായിരിക്കും. സോ പാരാസോറിൻ്റെത് എനിക്ക് തോന്നുന്നു 16ാമത്തെ ലെവലാണെന്ന് തോന്നുന്നു. 16 ട്രൈക്കിൻ്റെയാണ്. സോ പാരാസോറിൻ്റെത് എവിടെയാണ്? ഇവിടെ ഉണ്ടായിരുന്നല്ലോ പാരാസോർ. പാരാസോറിനെ ഞാൻ ഓൾറെഡി അൺലോക്ക് ആക്കിയിട്ടുണ്ട്. സോ പാരാസോറിനെയും കാര്യങ്ങളൊക്കെ ടൈം ചെയ്യുന്നതായിരിക്കും വീഡിയോ. അതിന് മുമ്പേ നമുക്ക് കുറച്ച് ട്രാങ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ട്രാങ്കാരൊക്കെ 21ാമത്തെ ലെവൽ വേണം. സോ നമുക്ക് 21ാമത്തെ ലെവലാക്കാം. അതിനുശേഷം നമുക്ക് എന്തായാലും പാരാസോറിനെയും കാര്യങ്ങളൊക്കെ പിടിക്കാം. സോ അതുവരെ എനിക്ക് കുറച്ച് നർക്കോട്ടിക്സും കാര്യങ്ങളൊക്കെ, അതിനു മുമ്പ് നമുക്ക് വീടിൻ്റെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പാരാസോറിനെ പിടിക്കാൻ പോവാം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. കുറച്ച് കാര്യങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാം. സോ ഇവിടെ എന്താണ്ട് കിടക്കുന്നു. നമുക്ക് ആദ്യം 6 വേണ്ട, 4 എണ്ണം മതി. തൽക്കാലത്തേക്ക് 4 എണ്ണം മതി. 2 3 4. എന്തുകൂടാ തീർന്നേ? അപ്പോൾ നമ്മുടെ താച്ച് തീർന്നു. ഫൈബറും തീർന്നു, വുഡും തീർന്നു. നമുക്ക് എന്തോ കൂട്ടണം. നമുക്ക് അപ്പം ആവശ്യമുള്ളതെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ആവശ്യം നമ്മുടെ വെയിറ്റ് തന്നെയാണ്. കാരണം ഇതിൻ്റെ അകത്ത് വെയിറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ നമ്മുടെ വുഡും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. സോ ഫൈബറും എടുത്ത് വെച്ചേക്കാം, ചിലപ്പോൾ ആവശ്യം വരും. ഫൈബറിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ ഇപ്പോൾ എത്ര എണ്ണം ആയിട്ടുണ്ട്? 3 എണ്ണമാണ്. സോ ലെറ്റ്സ് ഗോ. ഒരെണ്ണോടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 3 വാള് 2 പെട്ടെന്ന് തീരുന്നു. സോ വുഡ് എനിക്ക് തോന്നുന്നു കളക്ട് ചെയ്ത് വെക്കുന്നത്. ഞാൻ അത്രയ്ക്കൊന്നും ഗ്രൈൻഡ് ചെയ്തിട്ടില്ല. ഓ ഷിറ്റ്, നമ്മുടെ വുഡ് തീർന്നു. ഇപ്പോൾ വുഡിന് ഇഷ്ടം പോലെ കളക്ട് ചെയ്തേ പറ്റൂ. സോ അതിന് മുമ്പ് ജസ്റ്റ് കുറച്ച് പണിയൊന്നും ചെയ്ത് വെച്ചിട്ട് പോയേക്കാം. സോ ഓക്കെ, അടുത്ത ലെവലിൽ പോയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് തന്നെ കൂട്ടിയേക്കാം. സോ 20ാമത്തെ ലെവലായിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. സോ ഇവിടെയായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇത്രയും മതി. സോ ഗൈസ്, ഒരു കുഞ്ഞു വീടാണ്. സൂക്ഷിച്ചിട്ട് ബ്ലോക്ക് ആക്കാം. ഇതല്ലേ നല്ല. ഗൈസ്, ഇതല്ലേ ചേട്ടാ നല്ലത്. ഓക്കെ, ഇനി നമുക്ക് വാളും കാര്യങ്ങളൊക്കെ വെക്കണം. സോ വാള് എനിക്ക് തോന്നുന്നു ഞാൻ ഡോറ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഡോറ് നമുക്ക് ഇഷ്ടം പോലെ ഇതിൻ്റെ ആവശ്യം വരുമല്ല, വാളിൻ്റെ ആവശ്യം. ഞാൻ അപ്പട്ടയായിട്ടാണ് ഞാൻ പ്ലേസ്. സോ ഇനി നമുക്ക് ഡോർ ഉണ്ടാക്കണം. ഡോറ് വേണം, പിന്നെ ഒരു ഈ സാധനം വേണം. എന്തുവാ? വുഡൻ ഡോർ ഫ്രെയിം. അപ്പം നമുക്ക് ആവശ്യം. അടുത്ത പോയിന്റ് വന്നു. എന്തോ കൂട്ടാം, മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടാം. സോ ലെറ്റ്സ് ഗോ. 22ാമത്തെ ലെവലായിട്ടുണ്ട്. എടാ ഇതെന്താ ഇങ്ങനെ? എടാ ഒരു ഫുഡടാ. എന്ത് ിലേക്ക് അടിക്കുന്നു. നമുക്ക് പാരാസോറിൻ്റെ ഹാഡിലിന് ഏകദേശം ഹൈഡ് വേണം.
അതെന്തായാലും നമുക്ക് സെറ്റാക്കാം, അതിൽ സീനില്ലാത്ത കാര്യമാണ്. നമുക്ക് എന്തായാലും ഇനി ഇതും കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. എന്തായാലും ഞാൻ മൂഞ്ചി വേണേൽ പറയാം. ഓക്കെ, ഇവിടെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ ഡോറ്. എന്താടാ സെറ്റ് ചെയ്യാൻ പറ്റാത്ത? ക്യാൻ പ്ലേസ് ഫുഡ് ഓർ നോ സ്നാപ്പ് പോയിന്റോ? വാട്ട്സ് ദ മീനിങ് ഓഫ് ദാറ്റ് ഷിറ്റ്? അയ്യോ, ഇതെല്ലാം ആണല്ലോ. സോ ഓക്കെ, നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വുഡൻ ട്രയാങ്കിൾ സീലിംഗ് വേണ്ട, നമുക്കൊരു വുഡൻ സ്റ്റെയേഴ്സ് വേണം. ഒരാവശ്യമുണ്ട്, അത് വെച്ച് നല്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മുടെ വീട് സെറ്റ് ആയിട്ടുണ്ട്. സീലിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാം. നമ്മുടെ ടീം പിക്കപ്പ് ചെയ്യാത്. സ്ലീപ്പിംഗ് ബാഗ് ഇവിടെ ആയിട്ട് വെക്കാം. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് നർക്കോട്ടിക്സ് കൂടെ വെക്കാം. പിക്കപ്പ് അലോയ്ഡ് ഫോർ 22 സെക്കൻഡ്സ്. ഓ, സമയം എടുക്കുമെന്നാണ് തോന്നുന്നു. അതിന് മുമ്പ് നമുക്ക് സ്റ്റോറേജ് ചെയ്തിട്ട് ഇടാം. കണ്ണാടിയൊക്കെ കേട്ടിട്ടുണ്ടായാലും എങ്ങനെയുണ്ട്? അടിപൊളിയല്ലയോ? ബാക്കിയൊക്കെ നമ്മളൊക്കെ ഇരിക്കട്ടെ, ചിലപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളാണ് അതൊക്കെ ചിലപ്പോൾ ആവശ്യമില്ല. നെർക്കോട്ടിക്സ് ആയിട്ട് വേണം. സോ അതിന് മുമ്പേ തന്നെ നമുക്ക് പോയിട്ട് നമ്മുടെ എൻഗ്രാംസിൽ പോയിട്ട് നമ്മുടെ ട്രാങ്കാരോ ഓക്കെ ആയിട്ടുണ്ട്. ട്രാങ്കാരോ ഓക്കെ, മെറ്റലിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്കത് റാപ്റ്ററിൻ്റെ സൈഡിലുണ്ടല്ലോ. റാപ്റ്ററിനെ പിടിക്കാൻ പോകുമ്പോൾ അൺലോക്ക് ചെയ്യാൻ വെറുതെ കളയേണ്ട. ചിലപ്പോൾ വല്ല ആവശ്യമുള്ള സാധനങ്ങളും വല്ലതും കാണും ഇതിൽ. ലെറ്റ്സ് ഗോ. നമുക്ക് എത്ര ഇനിയിപ്പോൾ ഒരു പാരസോറിനെ പിടിക്കാൻ പോവാം. നമുക്ക് ബോല വേണം അതിന്. ബോലയൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ബോല ഓക്കെ ഡൺ. സ്റ്റോൺ അതൊക്കെ ഇപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ചെയ്യാം. സോ ലെവലപ്പ് വന്നിട്ടുണ്ട്. ലെവലപ്പ് നമുക്ക് ഇപ്പോൾ എന്തായാലും വെയിറ്റ് കൊടുക്കാം. വെയിറ്റ് അത്യാവശ്യം 200 ആക്കിയേക്കാം. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഈ ആക്സസ് ഇൻവെൻ്ററി നമുക്ക് നർക്കോട്ടിക്സ് ആണ് വേണ്ടത്. നർക്കോട്ടിക്സ് നർക്കോട്ടിക്സ് എങ്ങനെ ഉണ്ടാക്കാൻ അറിയാമോ? അതാണ്ടേ നാർക്കോബൽ. സോ ഗൈസ്, അല്ലേ നമുക്ക് പാരാസോറിനെ ഒരു റാപ്റ്ററിനെ അങ്ങ് ടൈം ചെയ്താലോ? കാരണം എന്തായാലും ഇനിയിപ്പോൾ പാരാസോറിനെ കാട്ടി നല്ലത് എനിക്ക് തോന്നുന്നു റാപ്റ്ററാന്ന് തോന്നുന്നു നല്ലത്. ബട്ട് റാപ്റ്ററിന് ഏകദേശം 10 ട്രാങ്കാരെങ്കിലും മിനിമം വേണ്ടി ഒരു ഓഫർ ഇറങ്ങി. നമുക്ക് എന്തായാലും എന്താവുമെന്ന് നോക്കാം. എന്തായാലും ഇനിയിപ്പോൾ സമയം ഇത് ഇവിടെ വെച്ചേക്കുന്ന സേഫ് അല്ല. ഡീമോളിഷ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇപ്പം പിന്നെ പുട്ടോട്ട് ഫയർ കൊടുക്കാൻ പോയിലാവട്ടെ. ഗൈസ്, ഞാൻ കുറച്ച് ഗ്രൈൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇടയ്ക്ക് വെച്ച് എന്തോ ബഗ് അടിച്ച് ഓട്ടോ ബാക്ക് ആയിപ്പോയി. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ ചെയ്ത പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ പാതി ഉള്ളായിരുന്നു. സോ ഞാൻ പിന്നെയും ഗ്രൈൻഡ് ചെയ്തത് 25ാമത്തെ ലെവലായി. ഞാൻ കുറച്ച് ട്രാങ്കാരസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മളിനിയിപ്പോൾ എന്തായാലും റാപ്റ്ററിനെയും കാര്യങ്ങളെയും പിടിക്കാം. ഇനിയിപ്പോൾ റാപ്റ്ററിനെ പിടിക്കുന്നതായിരിക്കും നല്ലത്. സോ റാപ്റ്ററിൻ്റെ സൈഡിൽ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. സോ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായി
ഹൈഡ് വേണം, ഫൈബർ വേണം, വുഡ് വേണം. ഹൈഡ് ഇത്ര 110 ഹൈഡ്. സോ ഹൈഡ് എന്തായാലും നമ്മുടെ അത്യാവശ്യത്തിനുണ്ട്. 92 ഹൈഡ്. ഓക്കെ, ഡൺ. ട്രാൻസ്ഫർ. പിന്നെ വുഡും വേണം. ഓക്കെ, എന്തായാലും ഇത്ര ഹൈഡായിരുന്നു 110. ഓക്കെ, അത് തന്നെ ധാരാളം. അത്ര ഫൈബർ വേണം. ഓക്കെ, ഫൈബർ എന്തായാലും പോകുന്നതായിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് എന്തായാലും ഇനിയിപ്പം ട്രാക്ടറിനെയും കാര്യങ്ങളെയും പിടിക്കാൻ പോകും. അതിന് മുമ്പേ സ്പോയിൽഡ് മീറ്റ് ഒന്നും ആയിട്ടില്ല. സ്പോയിൽഡ് മീറ്റ് ആവായിച്ച സമയം എടുക്കുന്നുണ്ട്. ഇവിടെ ഇല്ലടാ. പേടിച്ചിട്ട് ചെയ്തു. അയ്യോ, സോ ഹലോ ഗായ്സ്, കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ വീണ്ടും പേപ്പറിനെ പിടിക്കാനുള്ള പുറപ്പാടിലാണ്. മൂന്നാമത്തെ അറ്റംപ്റ്റും കഴിഞ്ഞ് ഇതിപ്പോൾ 4ാമത്തെ അറ്റംപ്റ്റാണ്. ബാക്കിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാം. എന്തായാലും ഇപ്രാവശ്യം നമ്മൾ ഉറപ്പായിട്ടും പിടിച്ചിരിക്കും. കാരണം ഞാൻ വെൽ പ്രിപ്പയർഡാണ്. ഏകദേശം 15-20ഓളം ഞാൻ ട്രാങ്കാരോസും കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. സോ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ പിടിച്ചിരിക്കും. ഓക്കെ, ഏകദേശം 12 നമ്മുടെ നാർക്കോബഡീസാണ് പിടിച്ചിട്ടേ ഇടണം. കാരണം ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട് ഈഗോ. ഓക്കെ ഗൈസ്, നമ്മുടെ നീണ്ട കഷ്ടപ്പാടിന് ശേഷം ഫൈനലി എൻ്റെ റാപ്പർ ടൈം ആവുകയാണ്. എത്ര നേരത്തെ കഷ്ടപ്പാടാവുകയാണ്. Let's go. 1978 എന്തായാലും ഇപ്പോൾ ടൈം ആയിക്കോളും. കുറച്ചുകൂടെ വീട്ടിട്ട് കൊടുത്തേക്കാം. Guys, let's go guys. എടാ സന്തോഷപ്പെട്ടു. ഞാൻ ശശാങ്ക തളങ്കിതനായല്ലോ, കൃതന്ത പുളങ്കിതനുമായി. ഫൈനലി നമ്മുടെ റാപ്പർ കാര്യങ്ങളൊക്കെ ടൈം ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത്രയും നേരത്തെ നമ്മുടെ കഷ്ടപ്പാടിന് വേണ്ടി നിങ്ങൾ ഒരു ലൈക്കെങ്കിലും ഒന്ന് അടിക്കണം ഗൈസ്. എങ്കിലും സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്കും.
ടൈമായി അങ്ങനെ അവസാനം പെട്ടെന്ന് അവിടെ മോനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് അതിൻ്റെ കുറയുവാണ്. സാരിൽ എത്തിക്ക് ചെയ്ത് കൊടുക്കട്ടെ. എന്തിടാ സാരിലായില്ലേ ഇടോ പറയാൻ അറിയത്തില്ല. എടാ നീ അല്ലടാ എന്നെ തുലച്ചത്, നീ വാ പണി തരാം. ഇതാണ് നമ്മുടെ റാപ്പർ. നമ്മുടെ റാപ്പറിന് പറ്റിയ പേരും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്തൊന്ന് ഇട്ടേക്കണേ. 3720 ഹെൽത്ത്, 659 ഡാമേജ്. ഇവനെ ഞാൻ ഇത്രയും നാളും തപ്പിക്കുന്നു. ടൈം ചെയ്തിട്ടുണ്ട്. എന്തായാലും വീഡിയോ വൈകിട്ട് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കുന്നു. അതൊക്കെ വല്ലാണ്ട് എത്ര ഇറങ്ങിയിട്ട് തന്നെ. ഓ വാവ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും പിന്നെ നിങ്ങളുടെ ആർക്ക് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഷെയർ കൂടെ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു എൻജോയ്. സോ ഗൈസിന് എന്തായാലും അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ഓൾ. ബൈ.